ഹലോ, നമുക്കിന്ന് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ 3 ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ചെയ്തെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് തന്നെ ഡിഫറെൻറ്റ് തീമിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡിലേക്ക് പോവാം. ആദ്യം ഒരു കളർ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരേ സൈസിൽ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഒരു റെക്ടാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒരേ സൈസിലാണെന്നതൊന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് ഒരു സൈഡിൽ അതൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ക്ലിപ്പ് ചെയ്യാൻ കാരണം ഇല്ലെങ്കിൽ ഇത് പേപ്പർ നമ്മൾ പിടിക്കുന്ന ടൈമിൽ നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ക്ലിപ്പ് ചെയ്യുന്നത്. ഇനി ഓപ്പോസിറ്റ് സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കുക. ഇതേപോലെ ഞാൻ കുറച്ച് കളേഴ്സും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് സിഗ്സാഗ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടലി 7 റെക്ടാങ്കിൾ പോർഷൻസ് കിട്ടിയിട്ടുണ്ടാവും. അതിൽ ആദ്യത്തെ റെക്ടാങ്കിൾ വെച്ച് ബാക്കി എല്ലാ സെക്ഷനിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ ആ റെക്ടാങ്കിൾ സെക്ഷനിലേക്ക് വന്നിട്ട് അതിൻ്റെ താഴത്തെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിക്കി നോട്ട്സ് എന്ന് എഴുതി കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കവായി സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്താകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്യൂട്ടാവും കാണാൻ. അപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് സെറ്റ് സ്റ്റിക്കി നോട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇനി എന്ത് ചെയ്യാം, സെക്കൻഡ് സെറ്റിലേക്ക് പോവാം. ഞാനിവിടെ വൈറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചു കൊടുക്കുക. ഞാനിവിടെ റൗണ്ടഡ് റെക്ടാങ്കിളാണ് വരച്ചു കൊടുക്കുന്നത്. 8 റൗണ്ടഡ് റെക്ടാങ്കിൾ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലത്തെ സെക്ഷനിൽ 2 ചെവി വീതം വരച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ ഷേപ്പിലും ചെവി വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ പീസ് വീതം വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെക്ടാങ്കിളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം വരച്ച പിക്ക് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു പിക്ചർ മാത്രം വരച്ചിട്ട് കട്ട് ചെയ്താലും മതി, നിങ്ങളുടെ ഇഷ്ടം. ഇനി ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ എഴുതാനുള്ള സെക്ഷൻ ഞാൻ പിങ്ക് കളർ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 8 റൗണ്ടഡ് റെക്ടാങ്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിങ്ക് കളറിലാണ് കട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ ഒരു നമ്മൾ ആദ്യം കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പേപ്പറിൻ്റെ താഴത്തെ സെക്ഷനിലായിട്ട് ഈ പിങ്ക് കളറുള്ള പീസ് ഓരോന്ന് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ പേപ്പേഴ്സിലും ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ എല്ലാത്തിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് മേലത്തെ സെക്ഷനിൽ കണ്ണൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇത് കാണാൻ ക്യൂട്ടാവും. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് ആക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ലൈൻസ് വരച്ചു കൊടുക്കാം. നമ്മുടെ പിങ്ക് കളറിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈൻസ് വരച്ചു കൊടുക്കാം. അത് സ്ട്രൈറ്റ് ലൈൻസ് വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കേർവ്ഡ് ലൈൻസ് വരച്ചു കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. വരക്കാതെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിവിടെ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഓരോ പീസ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ മേലത്തെ സെക്ഷനിൽ ബാക്ക് സൈഡിൽ ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിക്കി നോട്ട്സിൻ്റെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം, ഞാനൊരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ പോർഷനിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. മേലത്തെ സെക്ഷനിൽ ഞാൻ കവായി സ്റ്റിക്കി നോട്ട്സ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. നോക്കി, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള രണ്ടാമത്തെ സ്റ്റിക്കി നോട്ട്സിൻ്റെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യൂട്ടാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെറ്റിലേക്ക് പോവാം. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ പല പല ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന വേസ്റ്റ് പേപ്പേഴ്സ് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു പീസ് പേപ്പർ എടുത്തതിന് ശേഷം അതിന് ഒരേ സൈസിൽ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സെല്ലോ ടാപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ടൈപ്പ് സ്റ്റിക്കി നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെക്കാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത ഓരോ പീസും ഇതിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് കറക്റ്റ് ഓർഡറിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് സ്റ്റിക്കി നോട്ട് കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2-3 കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 4 സെറ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 4 സെറ്റ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 3ാമത്തെ ടൈപ്പ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൽ ഞാനിപ്പോൾ 3 മെത്തേഡ്സിൽ സ്റ്റിക്കി നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഇഷ്ടമായതെന്നോ, അതേപോലെ തന്നെ 3 തീമിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏത് തീമാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്നവരെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.